മതപരമായ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഏത് മതക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയെന്നുള്ളതിന്റെ ഒന്നും ഇസ്ലാമിനില്ല. ഇസ്ലാമിന് ഇസ്ലാം, പിന്നെ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ, ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ. ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതതു മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട്. ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തക്ബീർ ചൊല്ലി നിസ്കരിച്ച് അതാണ് നമ്മളെ ആഘോഷം, പ്രധാന ആഘോഷം. പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെ അല്ലേ, ഇതാണ് നമ്മുടെ ആഘോഷം. ചെയ്യുക, എന്നിട്ട് ഓരോട് സദൃശമാകാം. ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ ആലോചിച്ചറിയാലോ. അവരുടെ മതപരമായ ഒരു ആഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യാം. ഓല് പൂവിട്ടാൽ നമ്മളും പൂവിടുക, ഓല് ഓണത്തപ്പനെ വെച്ചാൽ അത് ചെയ്യാം, ഓല് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക, ഓല് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചാൽ അതിൻ്റെ ഒപ്പം ചെയ്യുക. അതുപോലൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു, ഹറാമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി. അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ, അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ, ഒട്ടും അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല. അവര് ചോറ് വെച്ചപ്പോ ആ ചോറൊന്ന് വേവിച്ചു, അല്ലെങ്കിൽ ഓല് വിളിച്ചപ്പോ ഒന്ന് പോയി, ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതിയുള്ളൂങ്കിൽ ഫലാശയാലേ, അവിടെ തഅ്സീർ ചെയ്യേണ്ട കാര്യവുമില്ല, അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർ തന്റെ ഫത്താവയിൽ ഫത്താവൽ കുബറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്വയിൽ വായിക്കാം.